Hi students, hope you fine. Let's start our second class of biology. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ nervous systemത്തിന്റെ parts ആണല്ലേ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? Brain, spinal cord, then nerve, receptors. മസ്തിഷ്കം, സുഷുമ്ന, നാഡി, ഗ്രാഹികൾ. ഗ്രാഹികളിനെ otherwise we called as modified neurons അല്ലെങ്കിൽ രൂപാന്തരം വന്ന നാഡീകോശം. അതിൽ നാഡീകോശത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നാഡീകോശം എന്ന് പറയുന്നത് is a basic structure of nervous system. സെല്ല് കോശം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലേ ഓർഗാനിസത്തിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് എന്ത്? ന്യൂറോൺസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് receptors അഥവാ ഇറ്റ് ഈസ് നോൺ ആസ് മോഡിഫൈഡ് ന്യൂറോൺസ്, രൂപാന്തരം സംഭവിച്ച നാഡീകോശം. ന്യൂറോണിൻ്റെ മലയാളം നാഡീകോശം. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് നാഡീകോശത്തിനെ കുറിച്ചിട്ടാണ്. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ന്യൂറോൺ. സോ നമ്മൾ എന്ത് പഠിച്ചാലും മറ്റൊരു കാര്യവുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അറിയാവുന്ന ഒരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്തോ പറ്റും, നമുക്കത് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് കഴിയും. സോ അങ്ങനെയാണെങ്കിൽ ഹിയർ വി ആർ ഗോയിങ് ടു കമ്പയർ അവർ ന്യൂറോൺ ടു എ ട്രീ. ഒരു ട്രീയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പോവാണ്. സോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ട്രീ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ബേസ് പാർട്ട് ഏതൊക്കെയാണെന്നല്ലേ. സോ മരത്തിൻ്റെ ബേസിക് പാർട്സ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഉണ്ടായിരിക്കും, സ്റ്റെം ഉണ്ടായിരിക്കും, ലീവ്സ് ഉണ്ടായിരിക്കും, ബ്രാഞ്ചസ് ഉണ്ടാവും. പിന്നെ ഈ മരത്തിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തുണ്ടാവും? ബാർക്ക് ഉണ്ടാവും. സോ ഏത് ഒരു കൊച്ചു കുട്ടിക്കും ഒരു മരത്തിൻ്റെ ബേസിക് പാർട്സ് എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഹിയർ വി ആർ ഗോയിങ് ടു കമ്പയർ അവർ ന്യൂറോൺ ടു എ ട്രീ. ഒരു ട്രീയുമായിട്ട് നമ്മൾ എന്തോ ചെയ്യാൻ പോവുകയാണ്? കമ്പയർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മരത്തിനും ഉള്ളതുപോലെ തന്നെ ആർക്കും ഈ സ്റ്റെമ്മും റൂട്ടും ബ്രാഞ്ചസ് ഒക്കെ ആർക്കും ഉണ്ടാവും? അത് നമ്മുടെ ന്യൂറോൺസിനും ഉണ്ടാവും. സോ ഒരു മരത്തിനെ നമ്മൾ ദൂരേന്ന് കാണുമ്പോൾ ഈ ലീവ്സ് എല്ലാം കൂടി ചേർന്നിരിക്കുന്നത് പോലെ ആയിരിക്കും തോന്നുന്നത് അല്ലേ. എന്നാൽ നമ്മൾ അടുത്ത് ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഈ ലീവ്സ് എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ ബ്രാഞ്ചസ് എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നത് എപ്പോഴായിരിക്കും? ഒരു മരത്തിനെ നമ്മൾ അടുത്തുനിന്ന് നോക്കുമ്പോഴായിരിക്കും. എന്നാൽ ഈ ദൂരേന്ന് നോക്കുന്ന സമയത്ത് ഈ മരത്തിൻ്റെ ഇലകളെല്ലാം എങ്ങനെയാണ് കൂടി ചേർന്ന് ഇരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു മരത്തിൻ്റെ കൂടിച്ചേർന്ന ഇലകളെല്ലാം കൂടി കൂടിച്ചേർന്ന ഭാഗമായിട്ട് നമ്മുടെ ന്യൂറോണിൻ്റെ സെൽ ബോഡീനെ നമ്മൾ കണക്കാക്കും. ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ പാർട്സ് ഓഫ് ന്യൂറോൺ. സോ ന്യൂറോൺ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് നമ്മളൊരു മരവുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മരം എന്ന് പറയുന്നത് ഒന്ന് വീണ് കിടക്കുന്ന മരമാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ മരത്തിനുള്ളതുപോലെ ലീവ്സും അതുപോലെ തന്നെ സ്റ്റെമ്മും അതുപോലെ തന്നെ റൂട്ട്സും ഉണ്ടാവും. സോ നമ്മൾ പറഞ്ഞു ലീവ്സ് എല്ലാം കൂടി കൂടിച്ചേർന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽ ബോഡി. സെൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ലീവ്സ് എല്ലാം കൂടി കൂടിച്ചേർന്ന ഭാഗം. സോ ഓർത്തിരിക്കാനും കമ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ലീവ്സ് എല്ലാം സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് എല്ലാം സെപ്പറേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ സെൽ ബോഡിയിൽ നിന്ന് പോകുന്ന പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. സോ ദ പ്രൊജക്ഷൻ ദാറ്റ് വി ക്യാൻ സീ ഫ്രം സെൽ ബോഡി ഈസ് നോൺ ആസ് ഡെൻഡ്രോൺ. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഒരു മരത്തിന് എന്തുണ്ടെന്ന് പറഞ്ഞു? ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം സെൽ ബോഡി ഉണ്ട്, സെൽ ബോഡിയിൽ നിന്ന് കാണുന്ന പ്രൊജക്ഷൻ ഒരു ഉന്തി നിൽക്കുന്ന ഭാഗമാണ് ദാറ്റ് ഈസ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിൽ നിന്ന് പോകുന്ന ബ്രാഞ്ചസ് അല്ലെങ്കിൽ മലയാളം ശിഖിരം എന്ന് പറയുന്നതിനാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. സോ നമ്മൾ മരത്തിൻ്റെ ബ്രാഞ്ചസ് എന്താന്ന് പറഞ്ഞു? ഡെൻഡ്രൈറ്റ്. പിന്നെ ലീവ്സ് എല്ലാം കൂടി ചേർന്ന ഭാഗമാണ് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് കാണുന്ന പ്രൊജക്ഷൻ ആണ് ഡെൻഡ്രോൺ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഈ
ഒരു മരത്തിൻ്റെ ഏറ്റവും ലോങ്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താ? തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റെം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂറോണിൻ്റെ ദ ലോങ്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് ആക്സോൺ. ഒരു നാഡീകോശത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ആക്സോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സോൺ സ്റ്റെം കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ പാർട്ട് എന്താ? ട്രീൻ്റെ എന്താ? റൂട്ടാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാഡീകോശത്തിൻ്റെ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. സോ നമ്മൾ ഇതുവരെ ബ്രാഞ്ച് ദാറ്റ് വി കോൾ ദാറ്റ് ആസ് ഡെൻഡ്രൈറ്റ്, ലീവ്സ് എല്ലാം കൂടി നിൽക്കുന്ന ഭാഗത്തിനെ വി കോൾഡ് ആസ് സെൽ ബോഡി. Then the longest part that is stem that is we called here as axon and the root that we called as axonite. ഇനി നമ്മൾ ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടിയൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് ഈ വേരിൻ്റെ അടിയിൽ കുറേ ഉണ്ട അല്ലെങ്കിൽ ബൾജസ് കാണാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ബൾജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. സോ ഇനി ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, മരത്തിൻ്റെ സ്റ്റെമ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ല തിക്കായിട്ടുള്ള ബാർക്ക് കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാഡീകോശത്തിനും എന്നുണ്ടാവും. നാഡീകോശത്തിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ഇവിടെ എന്താ? ആക്സോൺ ആണല്ലേ. അപ്പോൾ ഈ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും അവിടെ ഒരു ബാർക്ക് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ ബാർക്കിനെ വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ന്യൂറോൺ സ്ട്രക്ചർ. സോ ഐ വിൽ റിപ്പീറ്റ്, നാഡീകോശത്തിന് അല്ലെങ്കിൽ ന്യൂറോണിന് മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ദാറ്റ് ഈസ് ബ്രാഞ്ചസ്, dendron that is projection from cell body, then leaves എല്ലാം കൂടി ചേർന്നെന്ന് നമ്മൾ പറഞ്ഞ ഭാഗമാണ് സെൽ ബോഡി. ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഒരു മരത്തിനാണെങ്കിൽ ഏറ്റവും അതിൻ്റെ ലോങ് ആയിട്ടുള്ള പാർട്ട് എന്തായിരിക്കും? സ്റ്റെം ആണെങ്കിൽ ഇവിടെ നമ്മുടെ ലോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആക്സോൺ. ഇനി ഈ ആക്സോണിൽ നിന്ന് പോകുന്ന റൂട്ടാണ് ആക്സോണൈറ്റ്. And the bulges that we can see in the axonite is synaptic knob. Synaptic knob എന്ന് പറയുന്നത് നമ്മുടെ വേരായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആക്സോണൈറ്റിൽ നിന്ന് കാണുന്ന ബൾജസ് ആണ് അല്ലെങ്കിൽ കാണുന്ന ഉണ്ടകളാണ്. സോ നമ്മളിപ്പോൾ ഇത്രയും നേരം എന്താ പറഞ്ഞത്? നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് ആൻഡ് റെസപ്റ്റർ. ആൻഡ് റെസപ്റ്റർ ഈസ് നോൺ ആസ് മോഡിഫൈഡ് ന്യൂറോൺസ്. സുഷപ്ന, അതുപോലെ മസ്തിഷ്കം, നാഡി, അതുപോലെ തന്നെ ഗ്രാഹികളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രൂപാന്തരം വന്ന നാഡീകോശം. സോ ആ നാഡീകോശത്തിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട അല്ലെങ്കിൽ ബേസ് എലമെൻ്റ് എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. ഈ ന്യൂറോണിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് നമ്മളിവിടെ നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എത്ര പാർട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, ഷ്വാൻ സെൽസ് ഉണ്ട്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇനി ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം അല്ലേ? ഇപ്പം നമ്മുടെ മരത്തിൻ്റെ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഫങ്ഷൻ ഒരുപോലെ ആയിരുന്നോ? അല്ല, തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ന്യൂറോൺസിന് എല്ലാത്തിനെയും ഡിഫറെൻറ്റ് പേര് കൊടുത്ത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലികൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫങ്ഷനിലോട്ട് പോകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതിൻ്റെ ഡ്യൂട്ടി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ അവയവങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ പാർട്സും ചെയ്യുന്ന ജോലികൾ. അതിനു മുമ്പ് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു നോ ദ ടേം ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മലയാളം ആവേഗം. ആവേഗം എന്ന് പറയുന്ന ടേം നിങ്ങൾ മനസ്സിലാക്കണം. ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് മീൻ ഇറ്റ് ഈസ് കെമിക്കൽ മെസ്സേജസ്. അല്ലെങ്കിൽ നമ്മളുടെ ഫോർ എക്സാമ്പിൾ മൊബൈൽസിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മെസ്സേജ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ മെസ്സേജസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റിയും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മുടെ ബോഡിയിലെ ഒരു പാർട്ടിന് വേറൊരു പാർട്ടിലേക്ക് മെസ്സേജ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത് ഈ ഇമ്പൾസ് വെച്ചിട്ടാണ്. സോ ഇമ്പൾസ് അല്ലെങ്കിൽ മലയാളം ആവേഗം എന്ന് പറഞ്ഞാൽ ദ മെസ്സേജസ്. ഈ മെസ്സേജസ് പോകുന്ന രൂപം എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആണ്. വൈദ്യുതി പ്രവാഹങ്ങളായിട്ടാണ് ഈ മെസ്സേജസ് പോകുന്നത്. സോ ഈ ഒരു ടേം നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഫംഗ്ഷനിലേക്ക് പോവാം. സോ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ മെസ്സേജസ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് അവർ സെക്കൻഡ്
ടോപ്പിക് ദാറ്റ് ഈസ് ന്യൂറോൺ. ന്യൂറോൺ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ആണ് നെർവസ് സിസ്റ്റത്തിൻ്റെ. ന്യൂറോണിന് ബേസിക് പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, then synaptic nerve. So these are the basic parts of our neuron. So hope you understood. All the best.